ഇന്ന് നമ്മുടെ യൂണിറ്റിലെ കരിഞ്ജീരകം ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ദിവസമാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ കരിഞ്ജീരകം ഹെയർ ഓയിൽ ശ്രുതിസ് അമ്മാസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ അമ്മാസ് എന്ന് പറയുന്ന ടോപ്പ് ബ്രാൻഡിലേക്ക് എത്തിക്കാനുള്ള അതിന്റെ മെയിൻ റീസൺ കരിഞ്ജീരകമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ മകൾ ജനിച്ചതിന് ശേഷം എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഒരു കൂട്ട് വെച്ചിട്ടാണ് നമ്മളിത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇത് ചാനൽ ഫസ്റ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. എൻ്റെ മകൾക്ക് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് കിട്ടി. ഇനി ഞാൻ ഉപയോഗിച്ച് എനിക്കും നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ചാനലിലിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഓയിലാണ്. നീലാംബരി ഹെയർ ഓയിൽ പോലെ തന്നെ ഏറ്റവും ടോപ്പ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അമ്മാസിന്റെ പ്രൊഡക്റ്റ് ആണ് കരിഞ്ജീരകം ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. കരിഞ്ജീരകം ഒരു ചെറിയ, കാണുമ്പോൾ എത്രയോ കുഞ്ഞനാണ് അല്ലേ, പക്ഷെ അത്രയും ഔഷധ ഗുണമുള്ള ഒന്നാണ് കരിഞ്ജീരകം. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. നമ്മളത് തലേദിവസം വെള്ളത്തിലിട്ട് അത്രയും കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം അരച്ചെടുത്ത് അതിന്റെ പാലെടുത്ത് നാളികേരപ്പാലും തെച്ചിയും തുളസിയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ കരിഞ്ജീരകം ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. നീരിറക്കത്തിന്റെ പ്രശ്നമേ ഉണ്ടാവില്ല. ആഴ്ചയിൽ 3 ദിവസമാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടത്. തിങ്കൾ, ബുധൻ, ശനി, വെള്ളി വേണമെന്നില്ല, ശനി ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയാം. അങ്ങനെ ഒരു 3 മാസം തുടർച്ചയായിട്ട് കരിഞ്ജീരകം ഹെയർ ഓയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്ര മുടി ഒഴിച്ചിലുണ്ടെങ്കിലും അത് കൺട്രോൾ ആവും. പിന്നെ മാത്രമല്ല, നന്നായിട്ട് ഉള്ളോട് കൂടിയിട്ട് മുടി വളരാനും തുടങ്ങും കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല ഭക്ഷണം കഴിക്കണം, ജങ്ക് ഫുഡ് കുറയ്ക്കണം, നന്നായിട്ട് ഉറങ്ങണം, സ്ട്രെസ് കുറയ്ക്കണം. ഇത്തരം കാര്യങ്ങളും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലിപ് ബാമിന്റെ വർക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ലിപ് ബാം. ആദ്യ സമയത്ത് നമ്മൾ കൊടുത്തിരുന്ന ഫ്രേഗ്രൻസ് കുറേ പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന്റെ റോസും ഓറഞ്ചിന്റെ ഒക്കെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ പ്യുവർ ഓറഞ്ച് സ്മെല്ലോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അതും ഹൈ ക്വാളിറ്റി ഫ്രേഗ്രൻസ് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. ലിപ്സിന് നല്ല പിഗ്മെന്റേഷനൊക്കെ കുറച്ച് നമ്മുടെ ലിപ്സിന് നല്ല പ്ലംപി ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ലിപ് ബാം ഹെൽപ്പ് ചെയ്യും. ഗ്ലാസ് കണ്ടെയ്നറിനെ കുറിച്ച് കുറേ പേര് പറഞ്ഞിരുന്നു. പക്ഷെ ഗ്ലാസ് കണ്ടെയ്നറാണ് ഏറ്റവും സേഫ്. പ്ലാസ്റ്റിക്കിലേക്ക് നമുക്ക് ഹൈലി ചൂടോട് കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു വെക്കുന്നതിനേക്കാൾ എപ്പോഴും സേഫ് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നർ മേടിക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നിങ്ങൾക്കത് തരുമ്പോൾ അത്രയും ക്വാളിറ്റിയോട് കൂടി തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മാസിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ